ഞാൻ അതിന്റെ ഗുഹയിലേക്ക് ചെല്ലും. എന്നിട്ട് എനിക്ക് പോകാൻ ഇഷ്ടമല്ല, പക്ഷെ പോയേ തീരൂ. അങ്ങനെ തന്നെ ദാദി ലോബ, കുറച്ചും കൂടെ കൈയെത്തി നോക്കിയാൽ കിട്ടും. നീ കൂടുതൽ ശ്രദ്ധിക്കണം ദാദി. ഓ, ആ പെൺകുട്ടികൾ എത്തുന്നതിന് മുമ്പ് പഴം പറിക്കാൻ പറ്റില്ലേ? എനിക്ക് ആ മധുരമുള്ള പഴച്ചാറ് കുടിക്കാൻ പറ്റില്ല. നീ വിഷമിക്കേണ്ട മധു, പഴം ഞാൻ നിനക്ക് പറിച്ചു തരാം. അങ്ങനെയാണോ? നിറയെ പറിച്ചു തരാം. പക്ഷെ ആദ്യം ഓട്ടപ്പന്തയം. ആ, ഓട്ടപ്പന്തയം. സുബല, എന്റെ പശുവിനെ പിടിക്ക്. വരാം. ഞാൻ നിന്റെ കാതിൽ നല്ല കാര്യങ്ങൾ പറയാം. അപ്പൊ നീ വേഗം ഓടും. ഓട് ഓട്, വേഗം ഓട്. അതെ, പഴം കാണാൻ ഭംഗിയില്ലേ? അങ്ങനെ തന്നെ നല്ല വേഗത്തിൽ ഓട്. വേഗം വേഗം. ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. ഞങ്ങൾക്കാണ് പഴച്ചാറ് കിട്ടാൻ പോകുന്നത്. നല്ല മധുരമുള്ള, നല്ല രുചിയുള്ള. ഓ, ആലോചിക്കാനേ വയ്യ. പഴച്ചാറ് കുടിക്കണം. ചുറ്റും കൂടി ഓടണം. ആ നീല നിറമുള്ള കുട്ടി, അവൻ തന്നെയായിരിക്കും കംസന്റെ മരണദൂതൻ. എനിക്കറിയാം അവനെ എങ്ങനെ നശിപ്പിക്കണമെന്ന്. എന്നാൽ തുടങ്ങാം. നിനക്ക് പുഷ്ടിയും ആരോഗ്യവും ഉണ്ടാവാൻ ഇത്രയും പാല് മതിയാവും മോളെ. ഇനി ഞാൻ പോകട്ടെ. അമ്മേ, അമ്മേ പോവല്ലമ്മേ. വേണ്ട, എന്നെ വിട്ട് പോവല്ലമ്മേ. ഞാൻ പോകണം താരെ. കടുവയ്ക്ക് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട്. അതൊരു മൃഗമല്ലേ? അത് ഞാൻ പാലിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരികളെ, അനാഥയായ എന്റെ ഈ മകളെ നിങ്ങളുടെ കുഞ്ഞിനെ പോലെ വളർത്തണം. അമ്മേ, തിരിച്ചു വാ. വാ അമ്മേ. വാ അമ്മേ. ബഹുള, എനിക്കറിയാം നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. അത് നല്ലതാണ്, പക്ഷെ അത് അത്യാവശ്യമുള്ള കാര്യമല്ല. നീയാണെങ്കിൽ ചെറുപ്പമാണ്, താരയ്ക്ക് നിന്നെ ആവശ്യവുമാണ്. ഞാനാണെങ്കിൽ ഒരു പാവം വയസ്സനും. എന്നെ ഈ ലോകത്തിൽ ആർക്കും ആവശ്യമില്ല. നീ ആ കടുവയ്ക്ക് ഒരു നേരത്തെ ആഹാരമല്ലേ വാഗ്ദാനം ചെയ്തത്? എന്നാൽ ആഹാരം ഞാനാവാം. വേഗം, ജയിക്കുന്ന ആൾക്ക് നല്ല തണുത്ത മധുരമുള്ള പഴച്ചാറ് കിട്ടും. വേഗം വേഗം. ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. അല്ല, ഞാനാ ജയിച്ചത്. എന്റെ പശു ആദ്യം വന്നത്. വേഗത കുറവായിരുന്നു. നിങ്ങൾ ആരും തന്നെ വേഗത്തിൽ ഓടിയിട്ടില്ല. ഈ കാളക്കിടാവാണ് ആദ്യം വര കടന്നത്. ഇതിനെ അടക്കാൻ കഴിവുള്ള ആരാണുള്ളത്? ആർക്കും ഇവന് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം.